ഒന്നിച്ചു നിന്ന് തടയേണ്ടേ എന്നാണ് ചോദ്യം. സുജയ, ഒന്നിച്ചു നിന്ന് തടയേണ്ടതിന്റെ ഒരു ആവശ്യകത മുൻകാലങ്ങളെക്കാൾ വളരെ കൂടുതലായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ മുൻപ് തന്നെ ഇങ്ങനൊരു തീരുമാനമെടുക്കുകയും വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് അത് നമ്മൾ ലോഞ്ച് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഷഹബാസിന്റെ മരണം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഷഹബാസിന്റെ മരണം എന്നല്ല, ഷഹബാസിന്റെ കൊലപാതകം, അതൊരു കൊലപാതകമാണ്, ബ്രൂട്ടലായുള്ള ഒരു മർഡർ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ കലാലയങ്ങളിലേക്ക് കല എത്തുന്നത്, നമ്മൾ കോളേജുകളെ കലാലയങ്ങൾ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്, സ്കൂളുകളെ വിദ്യാലയങ്ങളിൽ നിന്നും. അപ്പോൾ വിദ്യയോ കലയോ അഭ്യസിക്കുന്ന സ്ഥലങ്ങൾ എന്നുള്ളതല്ല, കലാപം അഭ്യസിക്കുന്ന സ്ഥലങ്ങളായി സ്കൂളും കോളേജും മാറുന്നു എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട വിഷയമാണ്. അതിലേക്ക് ഈ ലഹരിയുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായി കടന്നു വരുന്നുണ്ട് എന്നതും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ണിസാർ അടക്കം കണക്കുകൾ ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ട് ഇപ്പോൾ 12 വർഷമായി, 2013 നിലവിൽ വരുന്നത്. കുട്ടികളുടെ റൈറ്റ്സ് ആണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. കുട്ടികൾ അതിക്രമത്തിനിരയാകുമ്പോൾ, കുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ, കുട്ടികൾക്കെതിരായ കേസസ് വരുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇന്ന് ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ തന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ മൊമെന്റിലാണ്. അതായത് ഇങ്ങനെ സംഭവിക്കുന്നു, കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാക്കുന്നു എന്ന വാർത്തകൾ പെരുകുമ്പോഴും അതൊരു കുട്ടിയുടെ ജീവൻ എടുക്കുമെന്ന് അദ്ദേഹം പോലും കരുതിയിട്ടില്ല. എന്ത് നമ്മൾ കരുതിയിരുന്നു. കാരണം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ, കോന്നിയിൽ എല്ലായിടത്തുമുള്ള അടി, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് തൽക്കാലത്തേക്ക് അവരിപ്പോൾ ആ ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അടിപിടി, അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകം എന്നതിലേക്ക്, അതും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് കൗമാരക്കാരായ കുട്ടികൾ എത്തുമെന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് ഒരു സമൂഹം ഒന്നായി ഇറങ്ങി നിന്ന് തടയേണ്ടത് കുട്ടികളിലെ അക്രമവാസനയാണ്. ആ അക്രമവാസനയിലേക്ക് അവരെ തള്ളിവിടുന്നതിൽ ലഹരിക്ക് പങ്കുണ്ട് എന്നതാണ് ഏറെക്കുറെ എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലഹരി അവരിലേക്ക് എത്തുന്നുണ്ട്. അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകാം, അല്ലെങ്കിൽ അക്രമവാസന ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളാകാം. ഈ അക്രമവാസന കാണിക്കുന്ന കുട്ടികൾ പിന്നീട് പോകാൻ പോകുന്നത് ഈ ലഹരി മാഫിയകളുടെ കയ്യിലേക്കാണ്, അവരുടെ കാരിയേഴ്സായി അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളിലേക്കാണ്. ഇപ്പോൾ ആ വടിവാള് കൊണ്ട് ബർത്ത്ഡേ കേക്ക് വെട്ടിയ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഗുണ്ടാ നേതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 2 ആഴ്ച മുൻപ് നടന്നതാണ്. അതിലെ ആഘോഷത്തിൽ പങ്കെടുത്ത കുട്ടികൾ, 25 വയസ്സിന് കുട്ടികളെന്ന് പറയാം, 25 വയസ്സിന് താഴേക്കുള്ള യുവാക്കൾ, കൗമാരക്കാർ ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയധികം അവർ ആകർഷിക്കപ്പെടുകയാണ്. കൊല്ലിനോടും കൊലയോടുമുള്ള താല്പര്യം സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ കാണുന്ന ഒരാളിൽ ആ പക തീർത്ത് കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ അത്രയും ക്രൂരമായ ആക്രമണത്തിലേക്ക് പോയി തന്നിലെ ഹീറോയെ ഉണർത്താൻ ശ്രമിക്കുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ കേരളത്തിലേക്ക് വന്ന മയക്കുമരുന്ന് ബോട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ മയക്കുമരുന്ന് ബോട്ട് ഞാൻ കരുതുന്നില്ല ഇത് ഒരു കാറ്റ് പിടിച്ച് വഴിതെറ്റി കൊച്ചിക്ക് വന്നതാണെന്ന്. അങ്ങനെ വന്നതല്ല. കൃത്യമായി കേരളം, കൊച്ചി ഒക്കെ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഇടത്താവളമായി, അതായത് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സ്ഥലമായും മയക്കുമരുന്ന് ഹബ്ബായും മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണത്. നമ്മൾ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാം ഓക്കെയാണ് എന്ന് നമ്മൾ പറയുന്നിടത്താണ് തെറ്റ്. അപ്പോൾ എല്ലാം ഓക്കെ അല്ല സാർ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കേരളം, നമ്മളിപ്പോൾ കൃഷി അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കഴിക്കുന്ന അരി അടക്കം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇവിടെയും അതെ, മയക്കുമരുന്നിൻ്റെ, ലഹരി വസ്തുക്കളുടെ, രാസലഹരിയുടെ കൺസ്യൂമർ സ്റ്റേറ്റായി, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 8-10 വർഷങ്ങൾക്കിടയിൽ കേരളത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് അത് കേവലം സർക്കാരിൻ്റെ പരാജയമോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പരാജയമോ മാത്രമല്ല, വ്യക്തികൾ എന്ന നിലയിൽ ഓരോരുത്തരുടെയും പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരാജയം ജീവൻ എടുക്കുന്നതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 80% കൗമാരക്കാരും കൂട്ടുകാർക്കൊപ്പമാണ് ലഹരി ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ, കുട്ടികൾ ഇടപെടുന്ന സമൂഹ മാധ്യമങ്ങളിലെ ഇടങ്ങൾ, അതേതാണ്? ഇപ്പോൾ 2010 മുതൽ ജനിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ ജെൻ ആൽഫ എന്നാണ് പറയുന്നത്. ജെൻ ആൽഫ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് 2025 വെച്ച് നോക്കുമ്പോൾ 15 വയസ്സായ കുഞ്ഞാണ്. അപ്പോൾ 2010-നും 2025-നും ഇടയിൽ ജനിച്ച കുട്ടികൾ, ഈ ജെൻ ആൽഫ എന്ന് പറയുന്ന അവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ഗ്രൂപ്പായി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്കിടയിലേക്ക് കൃത്യമായി നമ്മുടെ സംവിധാനങ്ങൾ ഇറങ്ങിച്ചെല്ലണം. കേവലം 1-2 വർഷത്തിൽ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. മോണിറ്ററിംഗ് സംവിധാനം എന്ന് പറയുന്നത് അറ്റ് ഹോം, അറ്റ് സ്കൂൾ ഓർ കോളേജ് അത് സംഭവിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ ഫ്രം ദ സൊസൈറ്റി ഓൾസോ അത് സംഭവിക്കണം. അത് സംഭവിക്കുന്നില്ല എന്നത് അത് സദാചാര പോലീസിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെയല്ല. ഒരു സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായ ഒരു മോണിറ്ററിംഗിലേക്ക് ഇറങ്ങാതെ ഈ സംവിധാനത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. 2016 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിനിടയിലുള്ള കണക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 360% മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേരളത്തിൽ വർധനയുണ്ടായിരിക്കുന്നത്.
പറയുന്നത് 2021 25,000 പേരെ അറസ്റ്റ് ചെയ്തു. നമ്മൾ കുറ്റകൃത്യങ്ങളിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 2024 330 പേരാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന പ്രതികളെന്ന് പറയുന്നത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ്. ആ കണക്കൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ രാസലഹരി പരിശോധനകൾ നടക്കുന്നുണ്ട്, പിടിക്കപ്പെടുന്നുണ്ട്, കേസെടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ ചില്ലറ വിൽപ്പനക്കാരാണ്. പ്രധാന കണ്ണിയിലേക്ക് ഇപ്പോൾ കൊച്ചിയിലടക്കം എത്രയോ കേസുകളുണ്ടായി. മോഡലുകൾ കൊല്ലപ്പെട്ട സംഭവമടക്കം എല്ലാ കേസുകളിലും എന്താണ് തെന്നി മാറുകയാണ്. പൂർണ്ണമായി എവിടെയാണോ ആ കിങ് പിൻ അതിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആ ലഹരിമരുന്ന് ബോട്ട് അത് വെറുതെ വന്നതല്ല, അതിൻ്റെ കണ്ണി കൊച്ചിയിലുണ്ട്, കേരളത്തിലുണ്ട്. അവരെ പിടിക്കാനായി നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചങ്കൂറ്റമാണ് കാണിക്കേണ്ടത്. അത് ഒരു സമൂഹത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചങ്കൂറ്റമാണ്. അത് സർക്കാരിനുണ്ടാകണം. മാധ്യമം എന്ന നിലയിൽ നമ്മൾ ആ ചങ്കൂറ്റം കാണിക്കാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ്. Meet the editors.